ഒരു വശത്ത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ജോസ് കെ മാണിയും സംഘത്തെയും UDF-ലേക്ക് കൊണ്ടുവരാനുള്ള ചർച്ചകൾ നടക്കുന്നു. അതേസമയം തന്നെ ജോസ് കെ മാണിയും സംഘവും വന്നാൽ സീറ്റുകൾ നഷ്ടപ്പെടും എന്നുള്ള ചർച്ച നടക്കുമ്പോൾ സീറ്റുകൾ നഷ്ടപ്പെടുമെന്നുള്ള കാരണം കൊണ്ട് കോൺഗ്രസിലെ ഒരു വിഭാഗം നല്ലൊരു വിഭാഗം നേതാക്കൾ ഇത് എതിർക്കുകയും ചെയ്യുന്നു. അപ്പോൾ ചിത്രം മാറുകയാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കൂടി വന്ന് അല്ലെങ്കിൽ ജോസ് കെ മാണി കൂടി വന്ന് ഇത് നന്നായി കൊണ്ടുപോകാമെന്ന് UDF എങ്ങനെ കൃത്യമായി അധികാരത്തിലെത്താം, RJD അടക്കമുള്ള ആരും വരട്ടെ എന്നുള്ള സ്റ്റാൻഡിൽ നിന്ന് മാറി ഇപ്പോൾ ഇതിലേക്ക് വരികയാണ്. അതായത് കേരള കോൺഗ്രസിന് ആവശ്യമില്ല UDF-ലേക്ക് എന്നുള്ള ചിന്ത കോൺഗ്രസിനകത്ത് വളരെ വ്യാപകമായി വന്നിട്ടുണ്ട്. കാരണം സീറ്റുകൾ വച്ച് മാറേണ്ടി വരുമോ? കേരള കോൺഗ്രസ് ജയിക്കും ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ കടുത്തുരുത്തി പോലുള്ള മണ്ഡലങ്ങളെ സംബന്ധിച്ചൊക്കെ ചർച്ചകൾ വരുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കോൺഗ്രസിനകത്ത് വലിയ ഒരു ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മാണി ഗ്രൂപ്പിനെ എടുക്കണ്ട എന്നുള്ള നിലയിൽ. അപ്പോൾ കേരള രാഷ്ട്രീയം അനുദിനം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇലക്ഷന്റെ റിസൾട്ട് കേൾക്കുമ്പോൾ ഓരോരുത്തരും ട്രെൻഡ് കാണിക്കുന്നത് പോലെ മാറി മറിയുന്നത് പോലെ വലിയ തോതിലാണ് മാറ്റിമറിച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി കേരള കോൺഗ്രസിന്റെ കാര്യം എങ്ങനെയാണ് വരിക എന്നുള്ളത്. കാരണം UDF-ന് ഒരു ട്രെൻഡ് ഉണ്ട്. UDF-ന് ട്രെൻഡ് കിടക്കുന്നിടത്തോളം കാലം കേരള കോൺഗ്രസിന് ഇല്ലെങ്കിലും UDF വരും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുക എന്നുള്ളത് വളരെ ഗൗരവതരമായ ഒരു കാര്യമായിട്ട് നിൽക്കുന്നു. അത് നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്ന് നമുക്കറിയില്ല. തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ജോസ് കെ മാണി LDF-ലേക്ക് വരുന്നില്ല, വെള്ളം കോരി വെച്ചോളൂ, വച്ചാറ്റും കാര്യമില്ല, ചൂടാവൂല, അത് തീയിട്ടിട്ടൊന്നും കാര്യമില്ല എന്നുള്ള നിലയിൽ ജോസ് കെ മാണി പ്രസ്താവന നടത്തി. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ജോസ് കെ മാണിയോടൊപ്പം നിൽക്കുന്ന കുറച്ച് പേർക്ക് UDF-ൽ പോന്നാൽ അവിടെയും രണ്ട് അഭിപ്രായമുണ്ട്. കുറച്ച് പേർക്ക് UDF-ൽ പോകണം, കുറച്ച് പേർക്ക് LDF-ൽ തന്നെ തുടരണം. അതേസമയം LDF-നെ സംബന്ധിച്ചിടത്തോളം അവിടെ പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. UDF-നകത്ത് രണ്ടഭിപ്രായം വന്നു. കുറച്ച് പേർക്ക് ഇവരെ വേണം, കുറച്ച് പേർക്ക് വേണ്ട. ഈ വേണമെന്ന് പറയുന്നവർക്ക് വേണ്ട എന്ന് പറയുന്നത് തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സീറ്റുകൾ പങ്കുവെക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. കാരണം കോൺഗ്രസിന്റെ കുറച്ച് സീറ്റ് കൊടുത്തല്ലേ പറ്റൂ, ഒരു പുതിയ പാർട്ടിയല്ലേ ഇപ്പോൾ നിന്നിരിക്കുന്നത്. അപ്പോൾ സീറ്റ് ചിലപ്പോൾ കേരള കോൺഗ്രസ് JAയോട് പറഞ്ഞാൽ അവർക്ക് എത്ര സീറ്റ് കൊടുക്കാൻ പറ്റും, RSPയോട് പറഞ്ഞാൽ ആപ്പാടെ കോംപ്രമൈസ് നടക്കുന്നത് കോൺഗ്രസിനായിരിക്കും കോംപ്രമൈസ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു കോംപ്രമൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ സീറ്റുകൾ വിട്ടുകൊടുത്തുകൊണ്ട് നമുക്കിനി വേണ്ട, ഭരണത്തിൽ വരുമ്പോൾ അത് വേറെ ബുദ്ധിമുട്ടുണ്ടാക്കും. അങ്ങനെ സീറ്റുകൾ വിട്ടുകൊടുത്തിട്ടാണെങ്കിൽ ലീഗ് ഒരുപാട് സീറ്റ് പിടിക്കുകയും നമ്മുടെ സീറ്റ് കുറഞ്ഞിരിക്കുകയും ചെയ്താൽ ലീഗ് ചിലപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കാനോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് സ്ഥാനം ചോദിക്കാനോ ഒക്കെ സാധ്യത. ഇങ്ങനെ വളരെ വലിയ ഡയമെൻഷനിലാണ്, വലിയ ക്യാൻവാസിലാണ് കോൺഗ്രസ് ഇതിനെ കാണുകയും ചർച്ചയും ചെയ്യുന്നത്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല വണ്ടി. വരുന്ന ദിവസങ്ങളിലേക്ക് ചിത്രം ക്ലിയർ ആവുകയുള്ളൂ. ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോട് കൂടി, അതായത് ലോക്കൽ ഗവൺമെന്റിന്റെ സെൽഫ് ഗവൺമെന്റിന്റെ തിരഞ്ഞെടുപ്പോട് കൂടി ചിത്രം ഏകദേശം വ്യക്തമാകും. അതുവരെ നമുക്കിത് കാത്തിരിക്കുകയേ മാർഗമുള്ളൂ. പല വിശകലനങ്ങളും രാഷ്ട്രീയ ചർച്ചകളും ഒക്കെ നമുക്ക് നടത്തി പോകാനേ മാർഗമുള്ളൂ. എന്തായാലും ഇപ്പോൾ കിട്ടുന്ന പുതിയ വാർത്ത എന്ന് പറയുന്നത് കേരള കോൺഗ്രസിനെ പഴയതുപോലെ ഒരു സ്നേഹം കോൺഗ്രസിൽ എല്ലാവർക്കും ഇല്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് കിട്ടുന്നു. അതിന് എങ്ങനെയാണ് വരിക എന്ന് നമുക്കറിയില്ല. ഓരോ ദിവസം കഴിയുന്നവരും എന്താണ് മാറ്റമുണ്ടാവുക എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്തായാലും ഇപ്പോൾ നിൽക്കുന്നൊരവസ്ഥ ഇതാണ് സ്ഥിതി.